നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന വിരണ്ടോടി. ശ്രീനാരായണപുരം പള്ളിനടയിൽ ബസ്സിടിച്ച സൈക്കിൾ യാത്രികൻ മരിച്ചു. ചേർപ്പ് വല്ലച്ചിറയിൽ വീടുകളിൽ കയറി പാത്രങ്ങൾ മോഷ്ടിച്ച തമിഴ് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന വിരണ്ടോടി. പുതുർക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഇടഞ്ഞ ആന 2 കാറും ഒരു ടെമ്പോ ട്രാവലർ പൂർണ്ണമായും 2 ഭാഗികമായും തകർത്തു. അയ്യപ്പ ഭക്തന്മാരുമായി എത്തിയ ട്രാവലറുകളാണ് തകർന്നത്. വഴിവാണിഭ കച്ചവടം നടത്തിയ കടയാണ് തകർത്തത്. തുടർന്ന് പത്മപ്രഭ ഓഡിറ്റോറിയത്തിന്റെ ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ച ആന 1.5 മണിക്കൂറോളം ഭീതി പരത്തി. തുടർന്ന് തൃശൂരിൽ നിന്നും എലിഫന്റ് സ്ക്വാഡ് എത്തി വടം കെട്ടിയാണ് ആനയെ 5:30 തളച്ചത്. പ്രവീൺ, മഹേഷ്, മുരളി എന്നിവരുടെ നേതൃത്വത്തിലാണ് 1.5 മണിക്കൂർ ഭീതി പരത്തിയ ആനയെ തളച്ചത്. ശ്രീനാരായണപുരം പള്ളിനടയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം സ്വദേശി പുളിക്കത്തറ വീട്ടിൽ 70 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ദേശീയപാത 66 പള്ളിനടയിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അയ്യപ്പനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് വല്ലച്ചിറയിൽ വീടുകളിൽ കയറി പാത്രങ്ങൾ മോഷ്ടിച്ച തമിഴ് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി. ആക്രി സാധനങ്ങൾ വാങ്ങാനെത്തുന്ന വ്യാജനെ ചാത്തൻകുളം കടവിൽ ശ്രീകുമാറിന്റെ വീട്ടിലെ ചെമ്പ് പാത്രം മോഷ്ടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീട്ടുകാർ മോഷണവിവരം അറിഞ്ഞത്. നാട്ടുകാരെയും പോലീസുകാരെയും അറിയിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശികളായ നാഗമ്മ 32 വയസ്സ്, പൊന്നമ്മ 40 വയസ്സ്, രാജേശ്വരി 20 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കൈക്കുഞ്ഞുങ്ങളുമായി എത്തി പരിസരത്തെ വീടുകളും ഇവർ മോഷണം നടത്താനായി ശ്രമിച്ചിരുന്നു. വലപ്പാട് ആശുപത്രിയിലേക്ക് ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും നൽകി CP ട്രസ്റ്റ്. 54 കിടക്കകളുള്ള വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് വേണ്ടിയാണ് ആവശ്യമായ ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും CP സാലിക് ചെയർമാനായിട്ടുള്ള CP ട്രസ്റ്റ് നൽകിയത്. 54 ബെഡാണുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കിടക്കുന്ന ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും. ട്രസ്റ്റ് പ്രതിനിധികളായ ദീപക് കേറാട്ട, ഷമീർ എളയടത്ത്, TM നിസാബ്, ഹിലാൽ കുരിക്കൾ, ജാഫർ കടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CP സാലിക് CP ട്രസ്റ്റിൻ്റെ ചെയർമാനും കൂടിയായ അദ്ദേഹം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ആംബുലൻസ് കൊടുത്ത ചരിത്രം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം അദ്ദേഹം നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഈ നാട്ടിനും അതുപോലെ തന്നെ ഈ ആരോഗ്യ കേന്ദ്രത്തിലൂടെയും ചെയ്തതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നസീമ, ഡോക്ടർ ഡിനി പ്രേംസാഗർ, ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഞാൻ അറിയാൻ കഴിയുന്നത്. ആംബുലൻസ് അതുപോലെ മരുന്നുകൾ വാങ്ങിത്തരലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ആവശ്യം, ഈ ഒരു ബെഡ്ഷീറ്റ് തന്നത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സമയത്ത് തന്നെയാണ്. കാരണം ഞങ്ങളെ കായകൽപ്പ് ഇൻസ്പെക്ഷൻ ഈ ജനുവരി വരുന്ന ജനുവരി 9-ാം തീയതിയാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കണം എന്ന് ഫണ്ടൊക്കെ മാറ്റിവെച്ച് ആ ഒരു സമയത്താണ് നമുക്കിത് കിട്ടിയത്. ഇടവേള.